വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, അൻവർ ഏതായാലും UDF-ലേക്കില്ല എന്ന് അൻവർ വ്യക്തമാക്കുന്നു. നിലമ്പൂരിന്റെ അങ്കത്തട്ടിലേക്ക് ഇതാ എം സ്വരാജ് വന്നിറങ്ങുകയും ചെയ്യുന്നു. വിവരങ്ങൾ വിപിൻ. ഉന്മേഷ്, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നു. PV അൻവർ മത്സരിക്കാനില്ല, തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാനില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ UDF-ലേക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു. VD സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. VD സതീശനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പറയുന്നത്. അദ്ദേഹവുമായി വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ ഒരു ഗൂഢശക്തിയുണ്ട് എന്നുള്ളത് താൻ വിശ്വസിക്കുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തന്നെ ഒരു മൂലക്കിരുത്തി ചവിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇരിക്കുന്നത്. തന്നെ ഒരു ഔട്ട്സ്പോക്കൺ ആക്കി മാറ്റിയിരിക്കുന്നു. പിണറായി സത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുകയായിരുന്നു. നാട്ടിലുൾപ്പെടെ വലിയ വലിയ പ്രതിസന്ധികൾ നടക്കുമ്പോൾ താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, അത് നിർത്തണമെന്നാണ് പറയുന്നത്. താൻ ഒരു അധിക പ്രസംഗിയായി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് UDF-ലായാലും അൻവർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അധിക പ്രസംഗം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് കരുതിയത്. അങ്ങനെ 5 മാസമായി തൃണമൂൽ കോൺഗ്രസ് ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ട് ഇപ്പോഴും അതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 5 മാസമായി വാലിൽ കെട്ടി നടക്കുകയായിരുന്നു. അങ്ങനെ തന്നെ തുടരാമെന്നുള്ളതാണ് കരുതിയത്. ഇത്തരത്തിലൊരു നീക്കമുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞു വെക്കുന്നത്. പണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് മത്സരിക്കാത്തത്. കോടികൾ ഒഴുകുന്ന തിരഞ്ഞെടുപ്പാണ്. തൻ്റെ അടുത്ത് തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഒരു ആസ്തിയില്ല എന്നുള്ളതാണ്. പണം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളും ഇപ്പോൾ കൂടെയില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. ഭൂമികൾ ഉൾപ്പെടെയുള്ളത് ജപ്തി ഭീഷണിയിലാണ്. അതുകൊണ്ട് താൻ ഈ മത്സരത്തിനില്ല. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാൻ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോഴും സമവായ ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അദ്ദേഹം പഠിച്ച പണി 18 നോക്കി, KC വേണുഗോപാൽ നോക്കി, പക്ഷേ ഒരാൾ മാത്രം സമ്മതിക്കുന്നില്ല. അത് VD സതീശനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മാത്രം ഇപ്പോഴും അടുക്കുന്നില്ല. ഒരു സഹകരണവും PV അൻവറുമായി വേണ്ട എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും ഇതിൽ ഒരു തലയും വാലുമില്ല എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇപ്പോഴും അത് മുന്നോട്ട് പോവുകയാണ്. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കലൊന്നും നടക്കില്ല. ഘടകകക്ഷിയാക്കുക എന്നുള്ളൊരു കാര്യമാണ്. സീറ്റിൻ്റെ കാര്യത്തിലും സംസാരമുണ്ടായിരിക്കുന്നു. പരാജയപ്പെടുന്ന 2 സീറ്റെങ്കിലും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതും തരാൻ കഴിയില്ല. ബേപ്പൂർ മത്സരിച്ചൂടെ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തോൽക്കുന്ന സീറ്റ് ജയിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, അതിനും പറ്റില്ല. പിണറായി സത്തിനെതിരെ പോരാട്ടമാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്നുള്ളത് ഓർക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ വ്യക്തത വരണം. ഇന്നലെയും വലിയ കൂടിക്കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്ലിയർ കട്ടായി തന്നെ അൻവർ നിലപാട് പ്രഖ്യാപിക്കുന്നു. മത്സരരംഗത്തേക്കില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി തീരുമാനം? ഒരു സമദൂരമായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യത വരാനുണ്ട്. പക്ഷേ UDF-ലേക്കില്ല എന്നുള്ളത് അദ്ദേഹം നിരുപാധികമായി തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ഉന്മേഷ്.